സമാധാനമായി. അങ്ങനെ താലി കെട്ടി കഴിഞ്ഞ സ്ഥിതിക്ക് പെണ്ണിന്റെ കൈ പിടിച്ച് വലപ്പത്. പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് മലത്തില്ല. ചെന്ന് കയറി കൊടുക്കും. ഞങ്ങളിങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കവേ ഇടയ്ക്ക് വെച്ച് എന്റെ നാടകം ഒന്ന് കട്ടായി. അപ്പൊ ആപാലപുത്രം ജനങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ ഗ്രീൻ റൂമിൽ നിന്ന് കേട്ടു. കട്ടായി കോണാത്തിലെ നാടകം. കട്ടായി കോണാത്തിലെ നാടകം. ഇതിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരുന്നു. അരി കിട്ടാതെ രവിമാമൻ ഇരി വാങ്ങിച്ചു തിരികെ പോയി. ഇതിലുള്ളൊരു രവിമാമൻ അരി വാങ്ങാനായി വരുന്നു. നിന്റെ തലയുടെ എക്സ്ട്രാ എനിക്കൊന്ന് കാണോടാ. എനിക്ക് ചിരിക്കാൻ വേണ്ടിയാ. ഇതിനകത്ത് 2 തല ഉണ്ടല്ലോടാ. ഒരബദ്ധം പറ്റി എന്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അവൻ സെൽഫി ആണെന്ന് പറഞ്ഞ് കയറിയുന്നു. വഴിയിൽ മൊഴിയിൽ നടയിലുടയിൽ അതിശയ സുഖം തരും അതിരകത്തിറങ്ങിയിടാൻ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പണിക്ക് ഇറങ്ങുമ്പോഴത്തേന് പുറകെ വിളിക്കരുത് കേട്ടോ. പച്ചക്കറിയല്ലേ വാങ്ങിച്ചോണ്ട് തരാം. കഴിഞ്ഞ പ്രാവശ്യം നിനക്കല്ലേ 1ാം സ്ഥാനം കിട്ടി. പ്രീ വാഷം ചെയ്താലും സാധാരണ നമ്മുടെ കണ്ണ് കെട്ടിക്കഴിഞ്ഞാലേ നമ്മളല്ലേ പോയി എല്ലാരും പിടിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കണ്ണ് കെട്ടേണ്ട താമസം ഈ പഞ്ചായത്തിലുള്ള സകല എണ്ണോ എന്നെ കയറി പിടിച്ചേ. അച്ഛനെന്തുവാ 2 വടിവാളിനെ ഇങ്ങനെ ചിരിച്ചോണ്ടോ ഒറ്റ നീപ്പാ 8 മുതൽ 11 മണി വരെ 11 അടിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ അയ്യോ പിടിച്ചോണ്ട് ഇറങ്ങി ഒറ്റ ഓട്ടം. അങ്ങനെ ഓടിയത് അന്നേരം അച്ഛൻ അടിച്ച കഞ്ചാവിന്റെ കേട്ടിറങ്ങി. ആഴിയൊക്കെ വെട്ടാം പോരാ കത്തുന്ന സമയത്ത്. പക്ഷെ കുറച്ച് ഒതുക്കത്തിനൊക്കെ വെട്ടണ്ടേ. മുഹൂർത്ത മുമ്പ് അമ്മാവിന്റെ അച്ഛൻ കൊടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് സമയം പോയിക്കൊണ്ടിരിക്കും. മുഹൂർത്തായെന്ന് പുള്ളിക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ഡബ് ചെയ്താ. പെൺബെഞ്ചർ എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസത്തിൽ അർപ്പിച്ച് പോയിരുന്ന പരീക്ഷ പിള്ളേരുണ്ട്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ബെഞ്ചർ എന്നുവെച്ചാൽ സ്വന്തം വിശ്വാസത്തിലും കുറച്ച് തുണ്ടിലും പോയി വിശ്വസിച്ചിരുന്ന പരീക്ഷയാണ്. പിന്നെ മൂന്നാമത് എന്നെ പോലത്തെ കുറച്ച് പിള്ളേരുണ്ട് ലാസ്റ്റ് ബെഞ്ചർ. അവർക്ക് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചിട്ട് പോയി പരീക്ഷ. ഞാനൊക്കെ ദൈവമേ എന്ന് വിളിച്ചാണ് പോയിരുന്ന പരീക്ഷ. നിനക്ക് നേരത്തെ എന്തിനായിരുന്നതാ ജോലി? എനിക്ക് ആദ്യം കുതിരയെ കിറക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ താറാവിനെ കിറക്കും. പിന്നെ അത് കഴിഞ്ഞാൽ കോഴിയെ കിറക്കും. ഏത് ഫാമിലി? ഫാമിലല്ല കനാകുന്നില്ലേ. പിള്ളേർ വരെ ടിക്കറ്റ് എടുക്കും കയറ്റി ഇരുന്നും കിറക്കും. പിള്ളേർ വരെ ടിക്കറ്റ് എടുക്കും കയറ്റി ഇരുന്നും കിറക്കും. കണ്ടത്തൊരു കാര്യം പറയാം. ഈ സാധനം ഇഴഞ്ഞായിരിക്കും ഈ തൊപ്പിക്കത്ത് വന്ന് കയറിയേക്കണം. അതൊരു പുതിയ അറിവാണല്ലോ പാമ്പ് എഴുതുന്നുള്ളത്. പറഞ്ഞത് ഞാൻ വിചാരിച്ചു പാമ്പ് ഇങ്ങനെ മൈപ്പിലേക്ക് വെച്ചിട്ട് അമ്മയ്ക്ക് പഞ്ചം കൂട്ടാ അങ്ങനെ ഒന്ന് കയറിയെന്ന്. പെട്ടെന്ന് താലിയിട്ട് ഇതെല്ലാം കെട്ടി നമ്മൾ റെഡിയാക്കി വേണം നിർത്താനായിട്ട്. അയ്യോ താലി മാറിപ്പോ. കൊച്ചാപ്പനാണെങ്കിൽ 8 മണിക്ക് ഇങ്ങനെ പണി കഴിഞ്ഞ് വന്നപ്പോ ദാണ്ട ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ആന. കൊച്ചാപ്പ എന്തോ ബാഹുബലിയിൽ പ്രവാസി കയറുന്ന ഒരു ആനയുടെ തുമ്പി കൈ ചവിട്ടി ഒരു കയറ്റ. കൊച്ചാപ്പൻ മാത്രമേ ബാഹുബലി കണ്ടിട്ടുള്ള ആന കണ്ടിട്ടില്ലായിരുന്നു. അമ്മയ്ക്കൊരു മുന്നുള്ളത് ഈ മലയാളത്തിന്റെ പാട്ടല്ല അമ്മ കൂടാ പറ്റിയ പാടാം. എന്റെ വിളിച്ചു പറയും വീട്ടിൽ ഒരു മുട്ടനാടിയെ വാങ്ങിച്ചു. മുട്ടനാടിനെ ഒരു മുട്ട കാട്ടി മേയാൻ വിട്ടു. ഒരു ദിവസം മുട്ടനാടിനെ കാണാതായപ്പോ വലിയ മുട്ടന്റെ മുട്ടി ഇങ്ങനെ ഇടിച്ചു. സാറിന് വരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനകത്ത് പിന്നെ കിട്ടണം. എന്നിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നിന്നെ കാലത്ത് ആയില്ല. മന്ത്രം പറയും ഏറ്റു പറയണം. തന്റെ വേണം ധൈര്യം വേണം ചങ്കുറ്റം വേണം. അല്ല വിളിച്ചിട്ട് എനിക്കത്തോണ്ട ഞാൻ ഇരട്ടച്ചങ്കനാണ് ഞാൻ.
പോലും ബുക്ക് ചെയ്തത്. അപ്പൊ 25,000 രൂപ അമ്മ ചോദിച്ചത്. പ്രസിഡന്റ് എങ്ങനെ 15,000 രൂപ കിട്ടും? പ്രസിഡന്റിന്റെ വീടുക്ക് അതല്ല ജനങ്ങളുടെ കാശല്ലേ, നമ്മൾ എന്തിനാണ് അതിനകത്ത് കൈയിട്ട് വരുന്നത്? പിന്നെ പന്തലിട്ടത് 40,000 രൂപ. എവിടെ പന്തലിട്ട്? ഓഡിറ്റോറിയത്തിനകത്ത്. അല്ല മോനെ കേട്ടോ, ഒരു അച്ഛന്റെ കേസ് ഉള്ളപ്പോ ഇങ്ങനെ പൈസ തെണ്ട് നടന്നാലും മേടിച്ചിട്ട് ജയിക്ക് വന്നാൽ നിന്നെ ഞാൻ അംഗീകരിച്ചു തന്നിരിക്കുന്നു. എന്തോ അച്ഛന്റെ കേസ് പറയാം. അതെന്താ ഇരിക്കുന്നത്? അല്ല, ഈ കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നാ വക്കീൽ പറഞ്ഞത്. അയ്യോ എന്നാ അത് പറയണ്ട. ഹലോ 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 ഹലോ, ഫോണിൽ വിളിച്ചിട്ട് മിണ്ടാണ്ടിരിക്കാൻ എന്തെങ്കിലും പറ. അതെ, അവിടെ മെഴുകുതിരി വീണായിരുന്നു, അപ്പുറത്ത് ചെവി. ഹലോ